കോഴിക്കോട് ജില്ലയുടെ മുഖഛായ മാറ്റാൻ മുതൽക്കൂട്ടായത് കിഫ്ബി. കിഫ്ബി വഴി 5511 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികളാണ് ജില്ലയിൽ ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്നത്. റോഡുകൾ, സ്കൂളുകൾ, ആശുപത്രികൾ, കുടിവെള്ള പദ്ധതികൾ എന്നിവയാണ് ഇതിൽ പ്രധാനപ്പെട്ടവ. ജില്ലയിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഈ പദ്ധതികൾ വലിയ മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത്. കോഴിക്കോട് നഗരത്തിന്റെ വികസനം ആരെയും ആശ്ചര്യപ്പെടുത്തുന്നതാണ്. ആ വികസനത്തിന്റെ എല്ലാം പുറകിലുള്ള ഒരേയൊരു പേരാണ് കിഫ്ബി, കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ്. കിഫ്ബി വഴി ജില്ലയിൽ നടക്കുന്നത് 5511 കോടി രൂപയുടെ പദ്ധതികളാണ്. സത്യം പറഞ്ഞാൽ കിഫ്ബി ഇല്ലായിരുന്നെങ്കിൽ പലതും നടക്കില്ലായിരുന്നു. നമുക്ക് ഇങ്ങനെയൊരു സംവിധാനം ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു. ഗവൺമെന്റ് വളരെ ശ്രദ്ധിച്ചുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത് വലിയ നമുക്കൊന്നും ആലോചിക്കാൻ പറ്റുന്നതിനപ്പുറത്തുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ ഇവിടെ മാത്രം പ്രധാനപ്പെട്ട റോഡുകൾ, ഒന്ന് ഏറ്റവും വലിയ NH നമ്മളെ ബൈപ്പാസ് ഇതിന് 25% കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഏകദേശം 5600-ലധികം കോടി റുപ്യാണ് അതിന് വേണ്ടി മാത്രം കൊടുത്തിട്ടുള്ളത്. മറ്റത് ഗവൺമെൻറ് മാത്രം വിചാരിച്ചാൽ പെട്ടെന്ന് നടക്കുന്നൊരു കാര്യമല്ലായിരുന്നു. കാരണം അത് കൃത്യമായിട്ട് ഫണ്ട് കൈമാറാനും സാധിച്ചു. ആരോഗ്യരംഗത്ത് രാജ്യം ഉറ്റുനോക്കുന്ന കേരളത്തിന്റെ ഏറ്റവും മാതൃകാപരമായ ഇടപെടലാണ് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ സ്ഥാപിക്കുന്നതിലൂടെ സാധ്യമാകുന്നത്. 525 കോടി രൂപയുടെ ഈ ബൃഹത് പദ്ധതി കിഫ്ബിയുടെ ധനസഹായത്തോടെയാണ് നടപ്പിലാക്കുന്നത്. കോഴിക്കോട് ചേവായൂരിലെ 20 ഏക്കർ സ്ഥലത്താണ് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ ഉയരുന്നത്. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ആശുപത്രി 2.5 വർഷം കൊണ്ട് പൂർത്തിയാക്കാനാണ് ലക്ഷ്യം. മുഖ്യമന്ത്രി തറക്കല്ലിട്ട ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ഹോസ്പിറ്റൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അത് 600 കോടി റുപ്യയിലും അധികമാണ് അതിന് വേണ്ടത്. ആ ഫണ്ട് അത് മുഴുവൻ കിഫ്ബിയാണ്. ഇപ്പോൾ ഇനീഷ്യൽ സ്റ്റേജിൽ 299 കോടി റുപ്യയ്ക്ക് ബിൽഡിങ്ങും അതിൻ്റെ ഉപകരണങ്ങൾ മുഴുവൻ സ്ഥാപിക്കാൻ 99 കോടി റുപ്യ അനുവദിച്ചു കഴിഞ്ഞാൽ എല്ലാ നടപടികളെയും ടെൻഡർ വിളിച്ചുകൊണ്ടിരിക്കുക. അവിടെ ഒരു പഴയ ഒരു ഹോസ്പിറ്റലുണ്ട്, ഒരു ഡെർമറ്റോളജിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെർമറ്റോളജി. അതിന് 32 കോടി റുപ്യയ്ക്ക് മുന്നിൽ ഏറ്റവും എല്ലാ ആധുനിക സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ ഉണ്ടാക്കുകയാണ്. ആദ്യഘട്ടത്തിൽ ICU, HD സൗകര്യങ്ങൾ, ഡയാലിസിസ് സെന്റർ, 10 ഓപ്പറേഷൻ തിയേറ്ററുകൾ, 14 സ്പെഷ്യാലിറ്റി ഡിപ്പാർട്ട്മെന്റുകൾ എന്നിവ ഒരുക്കും. കേരളത്തിന്റെ ആരോഗ്യമേഖലയുടെ ചരിത്രത്തിൽ നാഴികക്കല്ലാകുന്ന പദ്ധതി നടപ്പിലാക്കുന്നതിൽ നിർണായക പങ്ക് കിഫ്ബിക്കുണ്ട്. ഈ കനാൽ സിറ്റി എന്നുള്ളൊരു പ്രോജക്റ്റ് ഉണ്ട്. മൊത്തം കനാൽ ശരിയാക്കുന്നുണ്ട്. അതിൽ കോഴിക്കോടിനും മാത്രം നമ്മളെ 11.4 തോന്നുന്നുണ്ട് കിലോമീറ്റർ നമ്മളെ കനോലി കനാൽ. അത് മാത്രം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് 1118 കോടി റുപ്യ അനുവദിച്ചിട്ടുള്ളത്. ചെറിയ സംഖ്യ അല്ലല്ലോ. മറ്റൊന്ന് നമ്മൾ ഇതാക്കിയിട്ടുള്ള പുതിയങ്ങാടി മാളിക്കടവ് റോഡുണ്ട്. മാനാഞ്ചിറ പാവങ്ങാട് റോഡും കൂടെ ഇപ്പം ശരിയാക്കാൻ വേണ്ടി അതിനുള്ള കല്ലുകളൊക്കെ ഇട്ട് കഴിഞ്ഞു. അക്വിസിഷൻ നടപടി ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുക. മാനാഞ്ചിറ വെള്ളിമാട് കുന്ന് റോഡ് ഇതേമാതിരിയായി. ഇപ്പോൾ പുതിയ NH റോഡും വന്നു കഴിഞ്ഞാൽ ഇത് തമ്മിൽ ഇൻ്റർ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ലൊരു ഇതാണത്. അതിന് മാത്രം 180 കോടി റുപ്യ അനുവദിച്ചിട്ടുണ്ട്. കോഴിക്കോട് നഗരവാസികളുടെ കാലങ്ങളായുള്ള ആവശ്യങ്ങളിൽ ഒന്നായിരുന്നു പുതിയ പാലത്ത് പുതിയ പാലം വേണമെന്നത്. പുതിയ പാലത്തിന്റെ നിർമ്മാണവും അന്തിമഘട്ടത്തിലാണ്. പുതിയ പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കുന്നതും കിഫ്ബിയുടെ ധനസഹായത്തോടെയാണ്. റെയിൽവേ സ്റ്റേഷൻ, തളി, കല്ലായി എന്നിവിടങ്ങളിൽ നിന്ന് മിനി ബൈപ്പാസിലേക്ക് എളുപ്പത്തിലെത്താനുള്ള വഴി കൂടിയാണിത്. പുനരധിവാസവും സ്ഥലമേറ്റെടുപ്പും ഉൾപ്പെടെ 59 കോടി രൂപയാണ് പാലത്തിനായി അനുവദിച്ചത്.
23.73 കോടിയാണ് നിർമ്മാണ ചെലവ്. പാലം ഉടൻ തന്നെ നാടിന് സമർപ്പിക്കും. നഗരത്തിലെ പ്രധാന പാലത്തിന്റെ നിർമ്മാണവും യാഥാർത്ഥ്യമാകുന്നത് കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡിന്റെ ധനസഹായത്തോടെ. ജനപ്രതിനിധികൾ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് വളരെ ആശ്വാസമില്ല. കാരണം അല്ല, ഇതൊന്നും ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നടക്കില്ല. കാരണം വലിയ മേജർ പ്രോജക്ട്സ് ആണുള്ളതൊക്കെ. അപ്പം അതൊക്കെ ഇതിലൂടെ നടത്തുന്നു. അത് നഗരവികസനത്തിൽ അല്ലെങ്കിൽ കോഴിക്കോടിൻ്റെ കേരളത്തിൻ്റെ മൊത്തത്തിലുള്ള വികസനത്തിൽ ഇതെല്ലാ മണ്ഡലങ്ങളിലും ഇതേപോലെ നിരവധി ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 1,00,000 കോടി ഉറുപ്പികളാണ് ഇപ്പോൾ ചെലവഴി അതിനു വേണ്ടി ഇതാക്കിയിട്ടുള്ളത്. കോഴിക്കോട് നഗരത്തിലെ സുപ്രധാന വികസന പദ്ധതികളെല്ലാം നടപ്പിലാക്കുന്നത് കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ചാണ്. ജനം, കോഴിക്കോട്.